എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 20 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത് 30, 40, 60, 80, 100 എത്രയോ ആവട്ടെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് കാരണം ഇത് നമ്മുടെ ജീവിതവുമായിട്ട് അത്രയധികം അടുത്ത ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള, ബോധവാന്മാരാവേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു മകനോ മകളോ ആവാം, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മകനോ മകളോ ഉള്ള ഒരച്ഛനോ അമ്മയോ ആവാം. അങ്ങനെയുള്ള ആര് തന്നെ ആയിക്കഴിഞ്ഞാലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം ചെറിയ പ്രായമുള്ള ഒരാളാണെങ്കിലും നാളെ നമ്മളും പ്രായപൂർത്തിയായ ഒരു മകനും മകളും ഒക്കെയുള്ള ഒരു അച്ഛനോ അമ്മയോ ഒക്കെ ആകേണ്ടവരാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ലോകത്തിലുള്ള 99% അച്ഛനമ്മമാരും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാം? മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങളാണ്, അല്ലെ? അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നതാണ് ഏതൊരു അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്നാൽ പലപ്പോഴും ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് മക്കൾക്ക് ബിഹേവ് ചെയ്യാൻ സാധിക്കാറുണ്ടോ എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. പലപ്പോഴും പ്രായമാകുമ്പോൾ അച്ഛനമ്മമാരെ ശ്രദ്ധിക്കാൻ മറന്നുപോകുന്നവരാണ് നമ്മൾ. നമ്മൾ പ്രായപൂർത്തിയായി, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ട്, സ്വന്തമായ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അറിയാം. അപ്പോൾ പിന്നെ അച്ഛനമ്മമാരുടെ ആവശ്യങ്ങളൊന്നും അവിടെ വരുന്നില്ല, അവരുടെ അഭിപ്രായങ്ങൾക്ക് പോലും പലപ്പോഴും വില ഉണ്ടാവാറില്ല. നമ്മുടെ ജീവിതം നമ്മുടേതായ രീതിയിൽ അങ്ങനെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാര്യം വളരെ പരിതാപകരമാണ്. അങ്ങനെയുള്ള രണ്ട് ജീവിതങ്ങൾ, രണ്ട് മനസ്സുകൾ വീട്ടിലുണ്ട് എന്ന് പോലും പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല. എന്നാൽ ഏതൊരച്ഛനും അമ്മയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മക്കളുടെ വിജയമായിരിക്കും, അല്ലെ? അവര് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് തന്നെ ആയിരിക്കും. ഇപ്പോഴും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നിങ്ങളിങ്ങനെ വളർന്നു നിൽക്കുന്ന അവസ്ഥകളൊന്നുമല്ല. അതിലപ്പുറം നിങ്ങളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെയാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ മക്കള് എത്ര വളർന്നാലും അച്ഛനമ്മമാരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും മക്കള് കൊച്ചുകുട്ടികൾ തന്നെയാണ്. ആ ഒരു പരിഗണനയോടുകൂടി മനസ്സിൽ അവരുടെ മക്കളെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ മക്കള് പലപ്പോഴും അവരുടെ ആ ഒരു മാനസികാവസ്ഥയെ കാണാറില്ല എന്നുള്ളതാണ്. എന്നാൽ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, പെരുമാറേണ്ടത്, അവരുടെ മനസ്സ് കാണാൻ നമ്മൾ തയ്യാറാവണം. നാളെ നമ്മളും ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രണ്ട് ജന്മങ്ങൾ എന്ന് പറയുന്നത്, ആ രണ്ട് മനസ്സുകൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നില്ലേ, നമ്മൾ ഈ മണ്ണിൽ ഈ ജീവിക്കുന്നതിൻ്റെ ഒരു അടിത്തറയാണ് അവരെന്ന് പറയുന്നത്. അവരില്ലെങ്കിൽ നമ്മളില്ല. ഒരുപക്ഷെ ആ പഴയ സൗന്ദര്യമൊന്നും അച്ഛനമ്മമാർക്ക് കാണില്ല. അവരുടെ മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞിട്ടുണ്ടാവാം, മുടിയൊക്കെ നരച്ചിട്ടുണ്ടാവാം, അവരുടെ വായിൽ പല്ലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സൗന്ദര്യമൊന്നും കാണില്ല. ആ സൗന്ദര്യമില്ലായ്മയുടെ കൂടെ പലപ്പോഴും അവർ വീട്ടിലുണ്ട് എന്ന ചിന്ത പോലും നമ്മൾ അച്ഛനമ്മമാർ കൊണ്ടു നടക്കാറില്ല. ഇപ്പം നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മതി, പല അച്ഛനമ്മമാരും വൃദ്ധസദനത്തിലൊക്കെയാണ്, അല്ലെ? കാരണം അവനവൻ്റെതായിട്ടുള്ള ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും അച്ഛനമ്മമാരെ നോക്കാൻ പോലും സമയം കിട്ടാറില്ല. എന്നാൽ നമ്മളിവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരും ആഗ്രഹിക്കുന്നുണ്ട് മക്കള് വളർന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കണം, അവരോടൊപ്പം ആ സന്തോഷങ്ങളോടൊപ്പം അതിൽ ലയിച്ച് ഇത്തിരി സമയം ചേർന്ന് നിൽക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ബാധ്യതയാവണ്ട എന്ന് കരുതി മാറി നിൽക്കുന്നുണ്ടാവാം. നമ്മളിവിടെ ഓർക്കേണ്ടത്, നാളെ നമ്മളും ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകേണ്ട ഒരാളാണ്. ജീവിതത്തിൽ കുറെ കഴിഞ്ഞാൽ നമുക്കും പ്രായമാകും. ഈ പറഞ്ഞ അവസ്ഥയിലൂടെയൊക്കെ നമ്മളും കടന്നു പോകും. പ്രായമൊക്കെ ഒരുപാട് കൂടി, മുടിയൊക്കെ നരച്ച്, ഒടുവിൽ മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും അനുഭവിച്ച് നമ്മളും കടന്നു പോകുന്ന ഒരു ദിവസം ഉണ്ടാകും. അപ്പോൾ ആ വരാൻ കിടക്കുന്ന കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ അച്ഛനമ്മമാരുടെ മനസ്സിനെ നമുക്ക് തൊട്ടറിയാൻ പറ്റണം.
പലപ്പോഴും നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരോട് ഈ വെറുപ്പും ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടേതായിട്ടുള്ള ചില ആഗ്രഹങ്ങളും നമ്മുടേതായിട്ടുള്ള ചില സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അവർക്ക് നമ്മുടെ കഴിവ് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട്, നമുക്ക് ഏത് മേഖലയിലാണോ ജീവിതത്തിൽ എത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്ത് കഴിവാണോ എനിക്കുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോത്സാഹനങ്ങളോ അല്ലെങ്കിൽ അത് എത്തിച്ചേരാനുള്ള വഴികളോ ഒന്നും സമ്മാനിക്കുവാൻ ഒരുപക്ഷെ അച്ഛനമ്മമാർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരോട് കുറ്റം പറയുന്ന, പരാതി പറയുന്ന മക്കളായിട്ട് പലപ്പോഴും ഇന്നത്തെ പുതിയ കാലത്തെ പുതിയ തലമുറ അല്ലെങ്കിൽ മക്കൾ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളും അവരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന വളരെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സാമൂഹിക പരിസ്ഥിതിയിലല്ല പലപ്പോഴും അവര് ജീവിച്ച് വളർന്നിട്ടുള്ളത്. അന്ന് അവർക്കറിയില്ല എങ്ങനെയാണ് മക്കളെ അവരുടെ കഴിവുകളെ തിരിച്ചറിയേണ്ടത്, അവർക്ക് എന്ത് കഴിവാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ കഴിവ് എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരിക, അവരെ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ, ഒരുപക്ഷെ അത്രത്തോളം അവസരങ്ങളോ സാധ്യതകളോ സൗകര്യങ്ങളോ ഇല്ലാതെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവരൊക്കെ കടന്നുപോയത്. അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പരിമിതികളും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിവുണ്ട്, അതൊന്നും ജീവിതത്തിൽ സാധിപ്പിച്ചു തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ മക്കളുടെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന രീതിയിൽ അവരെ കുറ്റം പെടുത്തുന്നത് ശരിയല്ല. ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടായിരിക്കും. അതായത് എല്ലാ അച്ഛനമ്മമാരും ഒരുപോലെ അല്ല, മക്കളുടെ മനസ്സ് കാണാതെ അച്ഛനമ്മമാരുമുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ മാറ്റി നിർത്തുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. പക്ഷേ അതൊക്കെ 1% മാത്രമാണ്. ബാക്കിയുള്ള 99% ആളുകളും ഇപ്പോഴും മക്കളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയും മക്കളുടെ ഉയർച്ചകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും തന്നാൽ കഴിയുന്നത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അച്ഛനമ്മമാരാണ്. അവരുടെ ആ മനസ്സ് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. നാളെ നമ്മളും ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടവരാണ്. ഞാനിത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിലൂടെ ഈ ഒരു നിമിഷം കടന്നുപോയിട്ടുണ്ട്. കുറച്ച് നാളുകൾ മുമ്പ് വരെ എൻ്റെ അച്ഛനമ്മമാരെ കുറിച്ചും ഞാൻ പരാതിയും പരിഭവങ്ങളും പറഞ്ഞ ഒരാൾ തന്നെയായിരുന്നു. കാരണം എൻ്റെതായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കഴിവുകൾ, താല്പര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോയിട്ടും ഒന്നും ആ മേഖലയിൽ ആയിത്തീരാൻ എനിക്ക് സാധിക്കാത്തതിൻ്റെ പരിഭവം പലപ്പോഴും അച്ഛനമ്മമാരോടാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റികളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പരാതി. കാരണം പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും എനിക്കത് എത്തിപ്പിടിക്കാൻ സാധിക്കുകയുമില്ല. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, സ്പോർട്സിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ അത് കൃത്യമായ പ്രായത്തിൽ തന്നെ മോൾഡ് ചെയ്ത് കടന്നു വരേണ്ടതുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നെ എത്ര വലിയ കഴിവുണ്ടായാലും നമുക്കത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ കഴിയില്ല. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സിനൊക്കെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ പ്രായത്തിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ കുറെ നാളുകൾക്ക് മുമ്പ് വരെ അച്ഛനമ്മമാരെ കുറിച്ച് പരാതികളായിരുന്നു. എനിക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ടും ആ മേഖലയിലേക്ക് എന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്കായില്ലല്ലോ എന്നൊരു പരിഭവവും പരാതിയും ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ പിന്നെയും കാലം ഒരുപാട് മുന്നോട്ട് പോവുകയും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അറിവുകളും അല്ലെങ്കിൽ ഒരു ബോധവും വ്യത്യസ്തമായ രീതിയിൽ വളർന്നു വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത്, നമ്മൾ നമ്മുടെ മാനസികാവസ്ഥകളിലൂടെ മാത്രമല്ല, നമ്മൾ ജീവിച്ച് വളർന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച അച്ഛനമ്മമാരുടെ അവസ്ഥ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കാലഘട്ടവും ഈ പുതിയ കാലഘട്ടവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ആ കാലഘട്ടത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വലിയ വിജയങ്ങൾ നേടിയ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിച്ചത്? അപ്പോൾ നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ അത് അച്ഛനമ്മമാരുടെ മാത്രം കുറ്റമല്ല, നമ്മൾ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളുടെ മാത്രം കുറ്റമല്ല, അതിലപ്പുറം നമ്മുടേതായിട്ടുള്ള ചില കുറ്റങ്ങൾ കൂടിയുണ്ട്. നമുക്കും ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച മേഖലയിലേക്ക് എത്തിപ്പെടാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഞാനൊക്കെ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള, അധികം ആരോട് സംസാരിക്കാതെ വളരെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതക്കാരനായിട്ടുള്ള എനിക്ക് അതിനുള്ള സാധ്യതകൾ തുലവും കുറവായിരുന്നു എന്നുള്ളതാണ് മറ്റൊരവസ്ഥ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യങ്ങളിലും ഒരവസ്ഥകളിലും അച്ഛനമ്മമാരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്. ഒരു കാലത്ത് അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന പരാതി പറയരുത്. ഓരോ കാലഘട്ടവും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നൽകുന്ന ചില പ്രതിസന്ധികളും പരിമിതികളും പരാജയങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു പക്ഷേ വളർന്നു വരുന്ന മക്കൾക്ക് കാണാൻ കഴിയണമെന്നില്ല. നമ്മളൊക്കെ
ഇവിടെ എത്തി നിൽക്കുന്നത് അവരൊക്കെ അവരുടെ ഒരുപാട് ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് ത്യാഗം ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അത് നമ്മൾ മറന്നു പോകരുത്. അതിന് നമ്മൾ ഒരു വിലയിടാൻ പാടില്ല. അങ്ങനെ വിലയിടാൻ പറ്റുന്നതല്ല നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനമ്മമാരെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വലിച്ചെറിയാൻ പാടില്ല. നമുക്കും മക്കളുണ്ട്. നാളെ നമ്മുടെ അതേ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെത്തും. നമ്മുടെ നിലവിലുള്ള അച്ഛനമ്മമാരുടെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുകയും ചെയ്യും. ഇതൊരു സർക്കിളാണ്. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലൂടെയും ഒരു മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടവരാണ്. നമുക്കൊരു പക്ഷേ പരിമിതികൾ ഉണ്ടാവും. എപ്പോഴും 24 മണിക്കൂറും അച്ഛനമ്മമാരുടെ അടുത്ത് നമുക്ക് നിൽക്കാനും കഴിയണമെന്നില്ല. ജോലിപരമായിട്ടും മറ്റുമൊക്കെ നമുക്ക് ദൂരെ മാറി നിൽക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാൽ പോലും പറയാനുള്ളത് മനസ്സുകൊണ്ട് അവരോടൊപ്പം ഉണ്ടാവണം. ഏത് പാതിരാവിലും വിളിച്ചാൽ വിളി കേൾക്കുന്ന ആ ഒരു തൊട്ടപ്പുറത്തെന്ന പോലെ നമുക്ക് കൂടെ നിൽക്കുവാൻ, മനസ്സുകൊണ്ടെങ്കിലും ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. ഒരുപക്ഷെ അവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പരിഗണനയും അതായിരിക്കും. നമുക്കതിന് കഴിയട്ടെ. നമുക്ക് കുറച്ചുകൂടി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാ മക്കൾക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി